സത്യം പറ. സുഭദ്ര കേസ് ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഇതുവരെ നമ്മെ സംബന്ധിച്ച് സുഭദ്ര മിസ്സിംഗ് ആയിരുന്നു. നൗ ഷീ ഈസ് നോ മോർ. ഡെഡ് ബോഡി അവളുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ശവസംസ്കാരം നടത്തുകയും ചെയ്തു. ഇനി കൊലയാളെ അടങ്ങിയിരിക്കില്ല. അയാൾ വേലുണ്ടാകാൻ സാധ്യതയുണ്ട്. നിശാന്തായിരിക്കും അയാളുടെ അടുത്ത ലക്ഷ്യം. സർ, സുഭദ്രയുടെ ഫിംഗർ പ്രിന്റ്സ് ആണ്. ഡിവൈഎസ്പിയുടെ ഫാം ഹൗസിൽ കിട്ടിയ അതേ ഫിംഗർ പ്രിന്റുകൾ. They both are the same. സർ, 6 വർഷം മുമ്പ് കൊല്ലപ്പെട്ട സുഭദ്രയ്ക്ക് എങ്ങനെ ഡിവൈഎസ്പിയെ കൊല്ലാൻ കഴിയും? സുഭദ്രയുടെ പ്രേതമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ സർ? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? കൊല്ലപ്പെട്ടവരെല്ലാം അമിതമായി ഭയപ്പെട്ടിരുന്നാണ് PMC റിപ്പോർട്ട്. അവരൊക്കെ സുഭദ്രയെ കണ്ടിട്ടുണ്ടാവും. That's for sure. സർ, yes, and that's the truth, man. സർ, സുഭദ്രയെ കൊന്നത് നിശാന്ത് അല്ലെങ്കിൽ ഡിവൈഎസ്പി നന്ദകുമാർ. യെസ്, ഡിവൈഎസ്പി കൊന്നത് മനു അല്ലെങ്കിൽ സുഭദ്രയുടെ അച്ഛൻ മേജർ ഗോവിന്ദൻ നമ്പൂതിരി. എന്റെ റീഡിംഗ് അത് തന്നെയാണ്. ഡൽഹിയിലെ മിലിറ്ററി ഇന്റലിജൻസുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ഡിവൈഎസ്പിയുടെ മേഡർ നടന്ന ദിവസം മേജർ 1 വീക്ക് ടൂറിലായിരുന്നു. ബട്ട് ഇതെല്ലാം എന്റെ ഇപ്പോഴത്തെ പ്രോബ്ലം. സുഭദ്രയുടെ ഫിംഗർ പ്രിന്റ്സ് ആണ്. സാർ, യെസ്, അന്തപ്പന് സാറിനെ കാണുമെന്ന് പറഞ്ഞ് കരയുന്നു. Bring him. സാർ, സുഭദ്രയുടെ ഡെഡ് ബോഡി കിട്ടിയതോടെ അന്തപ്പം പേടിച്ചിരിക്കുക. അവൻ 50 സെന്റും ചെമ്മീൻ കെട്ടൊക്കെ കിട്ടിയതല്ലേ, കുറച്ച് പേടിക്കെട്ടോ. കിടത്ത് ഉറങ്ങാൻ പറ്റില്ല സാറേ. കുറച്ച് കൊതുകുതിരി മേടിച്ചു. അതല്ല സാറേ, രാത്രി ആ കിടത്ത് ഉറങ്ങുമ്പോ എന്റെ മുഖത്ത് വെള്ളം തെളിക്കും. തോർത്തോട്ട് ഇങ്ങനെ ഒപ്പും. എന്നിട്ട് ഒറ്റ കുടയാണ് സാറേ. ആ പ്ലേത് ഇപ്പൊ എന്റെ കൂടെ ഒറ്റ താ തോന്നലേ. അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ സാറേ? പേടിക്കണ്ട, എല്ലാം ശരിയാക്കാം. ഞാനല്ലേ പറയുന്നത്. അന്തപ്പാ, എന്തോ ആ പെൺകുച്ചിന് എന്താ പറ്റിയത്? എന്റെ മകന് വേണ്ടി അവന്റെ ഫ്യൂച്ചറിനൊരു പോറിലേൽക്കാതിരിക്കാൻ വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നീയും നിന്റെ തള്ളയും കൂടി കോടതിയും കേസുമായി നിരങ്ങും. ഇതുവരെ ഞാൻ ജയിച്ചു. എപ്പോഴും ജയിക്കണമെന്നില്ല, പ്രത്യേകിച്ച് കോടതിയിലാവുമ്പോ. ഒരു ഈച്ച പോലും ഇവിടേക്ക് വരില്ല പെണ്ണെ. നിനക്കെന്നെ അറിയാഞ്ഞിട്ടാ. മിടുക്കി കുട്ടിയായി ഈ വെള്ള പേപ്പറിൽ പേരെഴുതി ഒപ്പിട്ടാ മാത്രം മതി. ഒപ്പിടും. നിന്നെ കൊണ്ട് ഞാൻ ഒപ്പിടിക്കും. നിക്കറിയവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. പരിവാക്കി. ഇനി ഞാൻ പൊക്കോട്ടെ. ഒപ്പിട്ടിട്ട് പോയാൽ മതി. വെയിറ്റ്. ഹലോ.
താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ. താങ്കൾ മന്ത്രവാദവും ബൈ. മനഃശാസ്ത്രവും സംയോജിച്ചുകൊണ്ട് നടത്തുന്ന ചികിത്സാ രീതികളെ പലരും കടുത്ത ഭാഷയിൽ വിമർശിക്കാറുണ്ടല്ലോ. മന്ത്രം, തന്ത്രം, യന്ത്രം, ഔഷധം എന്നിങ്ങനെ 4 മനോരോഗ ചികിത്സാ രീതികളാണ് മന്ത്രവാദികളുടേത്. തന്ത്രം എന്നാൽ മന്ത്രവാദി ചെയ്യുന്ന കർമ്മങ്ങളാണ്. മന്ത്രോപാസനകൾ കൊണ്ട് ദേവനെയോ ദേവിയെയോ പ്രസാദിപ്പിച്ചാണ് ഉപദ്രവകാരികളായ ബാധഭൂതാദികളെ ഉച്ചാടനം ചെയ്യാറുള്ളത്. ഞാനത് ചെയ്യാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ പകമൂലം ചിത്തഭ്രമം ബാധിച്ചവരിൽ പ്രത്യേകതരം ചികിത്സാ രീതികളാണ് ഞാൻ അവലംബിക്കാറുള്ളത്. അതിനെയെല്ലാം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പുച്ഛിക്കരുത്.